നീറ്റ് എക്സാം മുഖാന്തരം 2027 ഒരു ഗവൺമെന്റ് മെഡിക്കൽ സീറ്റ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ആഗ്രഹം കൊണ്ട് അവിടെ മാത്രം കാര്യമില്ല, അതിന് എന്ത് വേണം? ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി വേണം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത് നീറ്റ് 2027 അൾട്ടിമേറ്റ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ്. നീറ്റ് എക്സാമിനെ കുറിച്ച് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരുപാട് ഫാക്ടേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കും. ജസ്റ്റ് NCERT എടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ലഭിക്കുന്ന ഒരു എക്സാം അല്ല, നേടാൻ സാധിക്കുന്ന ഒരു എക്സാം അല്ല നീറ്റ് എന്നുള്ളത് ആദ്യമേ ഓർത്ത് വെക്കുക. അപ്പോൾ അത് എക്സാം ബുദ്ധിമുട്ടാണോ? അല്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എക്സാമിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ സബ്ജക്റ്റിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. ഒപ്പം തന്നെ നിങ്ങൾ എക്സാംസ് അപ്പിയർ ചെയ്യുന്നു, നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. നിങ്ങൾ ടൈം മാനേജ്മെന്റ് എത്രത്തോളം സമയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതാണെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണെങ്കിലും അതിനെന്ത് വരുന്നുണ്ട്? ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെയുള്ളതാണ് ഡിസിപ്ലിൻ. അതായത് ഒരു 1 year ജേർണിയാണ്, അല്ലെങ്കിൽ ഒരു 300 days ജേർണിയാണിത്. അപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? ഡെയിലി മോട്ടിവേഷൻ മാറ്റി വെച്ചിട്ട് ഏത് രീതിയിൽ സ്വയം എന്ത് ചെയ്യണം, ആ ഒരു വിൽ പവറിന്റെ മുകളിൽ മടിയുള്ള സമയത്തും എങ്ങനെയൊക്കെ ഇരുന്ന് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്ന ഒന്നാണ്. അൾട്ടിമേറ്റ്ലി നിങ്ങളെ റാങ്കിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞുള്ളത്. ഒപ്പം തന്നെ സപ്പോർട്ടിംഗ് സിസ്റ്റം, ഈ പറഞ്ഞതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? സപ്പോർട്ടിംഗ് സിസ്റ്റത്തിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നതാണ്. സോ ഈ ഫാക്ടേഴ്സ് ഒക്കെ, ഇത് മാത്രമല്ല വരുന്നത്, ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരുന്നുണ്ട്. ഇവരൊക്കെ നീറ്റ് എന്ന് പറഞ്ഞുള്ള എക്സാമിനെ മാറ്റർ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് വെൻ ഇറ്റ് കംസ് ടു നീറ്റ്. ഇനി നമ്മൾ സബ്ജക്ട്സിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഉണ്ട്. സോ നമ്മൾ നോക്കുന്ന സമയത്ത് ബയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ NCERT മാത്രം വായിക്കാൻ നോക്കുക. NCERTയുടെ മുകളിലേക്ക് നിങ്ങൾ ഒന്നിനും പോകേണ്ട, സമയം വേസ്റ്റ് ആക്കലാണ്. അവിടെ ലൈൻ ബൈ ലൈൻ അപ്രോച്ച് കൊടുക്കണം. ഒപ്പം തന്നെ എന്ത് വേണം? കണ്ടിന്യൂസ് ആയിട്ടുള്ള റിവിഷനും വേണം. കാരണം NCERT ആണ്. അവിടെ നിങ്ങൾ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യും? വായിക്കും, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? മാറ്റി വെക്കും. സോ എന്ത് ചെയ്യാൻ നോക്കുക? വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാൻ നോക്കുക. സോ ഇന്റൻസ് റിവിഷൻസ് എന്താണ് അവിടെ വളരെ മസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ NCERT വായിച്ച് കോൺസെപ്റ്റ് അവിടെ ഉള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അസേഷൻ, റീസൺ ടൈപ്സ് ആണെങ്കിലും സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ 3 എണ്ണത്തിന്റെയും കൂടി അൾട്ടിമേറ്റ് പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് അസേഷൻ, റീസൺ ക്വസ്റ്റ്യൻസ് എത്രത്തോളം നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇനി കെമിസ്ട്രിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഫിസിക്കൽ കെമിസ്ട്രി വരുന്നുണ്ട്, ഇൻഓർഗാനിക് കെമിസ്ട്രി വരുന്നുണ്ട്, ഒപ്പം തന്നെ ഓർഗാനിക് കെമിസ്ട്രി വരുന്നുണ്ട്. ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായി അപ്പം തന്നെ ഫിസിക്സിനെ കൊണ്ടുവന്നാൽ മതി. അതായത് ഫിസിക്സിന് എന്ത് അപ്രോച്ച് ആണോ കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മൾ എവിടെയും കൊടുക്കാൻ പോകുന്നത്, ഫിസിക്കൽ കെമിസ്ട്രിയിലും കൊടുക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം മുതലേ കുറച്ച് ഫോർമുല ഷീറ്റ്സ് എന്ത് ചെയ്യുക, ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ഉണ്ടാക്കി വെക്കുക. ഇതൊന്നും ലാസ്റ്റിലേക്ക് വെക്കേണ്ട കാര്യമല്ല. ഇനി ഓർഗാനിക്കിലേക്ക് പോകുന്ന സമയത്ത് NCERT നന്നായിട്ട് വായിക്കുക എന്നുള്ളതാണ് നിങ്ങൾ അവിടുത്തെ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട രണ്ടാൾക്കാരാണ്. ഒന്ന് റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ്. അതായത് നമ്മൾ GOC ജനറൽ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കണം. ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് റിയാക്ഷൻ മെക്കാനിസം. ഇനി ഇൻഓർഗാനിക്കിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ബയോളജിക്ക് പറഞ്ഞ അതേ അപ്രോച്ച് ഇവിടെയും കൊടുക്കാൻ സാധിക്കുന്നതാണ്. NCERT ഈസ് ഇനഫ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രെൻഡുകൾ നന്നായിട്ട് പഠിക്കാൻ നോക്കുക. അതുപോലെ ട്രെൻഡുകൾ പറയുന്ന സമയത്ത് അവിടെ എക്സെപ്ഷൻസും വരും, അതും എന്ത് ചെയ്യാൻ നോക്കി വെക്കുക. ഫിസിക്സ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾ NCERTയുടെ മുകളിൽ അധികം ഇരിക്കരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക? തിയറി പഠിക്കണം, പക്ഷെ കൂടുതൽ എന്ത് ചെയ്യാൻ നോക്കുക? പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ നോക്കുക. അതായത് പ്രാക്ടിക്കലായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. പക്ഷേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ടൈം മാനേജ്മെന്റ്. ടൈം ഓറിയന്റഡ് ആയിട്ട്, ടൈം സെൻട്രിക് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതായത് നിങ്ങൾ തുടങ്ങുന്ന സമയത്ത്, ഇപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ 1 മണിക്കൂറിൽ 10 ക്വസ്റ്റ്യൻ, നീറ്റിന്റെ തലേന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ചെയ്യുന്നുണ്ട്, പക്ഷേ 1 മണിക്കൂറിൽ 10 ക്വസ്റ്റ്യൻസോ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച റാങ്കിലേക്ക് എത്താൻ പറ്റുമോ? ഇല്ല. അൾട്ടിമേറ്റ്ലി നമുക്കറിയാം നീറ്റ് എക്സാമിന് 1 മിനിറ്റിന് 1 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ അതിൽ ഫിസിക്സിൽ ഒരു വലിയൊരു ന്യൂമറിക്കൽ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ അതെങ്ങനെ പറ്റുക? ടൈം ഓറിയന്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ സൊല്യൂഷൻ. ഓക്കെ, സോ അതാണ് സബ്ജക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളവർ തന്നെ തുടങ്ങുകയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ടൈം. ടൈം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഒരു എൻറ്റയർ ഒരു 1 year ജേർണി എടുക്കുകയാണെങ്കിൽ ടൈമിന് ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടൈം, അതായത് അവൈലബിൾ ആയാലും ഒരു 300 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ അങ്ങ് പാർട്ടാക്കി മാറ്റുക. അതായത് ബൈ നവംബറോട് എന്ത് ചെയ്യണം? നിങ്ങൾ 50% സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് ഫെബ്രുവരി തുടക്കമാകുമ്പോഴത്തേനും 100% സിലബസ് കംപ്ലീറ്റും ചെയ്യണം. അതിന്റെ ഇടയിൽ എന്ത് വേണം? ഒരു ഗുഡ് എമൗണ്ട് ഓഫ് റിവിഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഇടയിൽ, അതായത് നിങ്ങൾ ഒരു 300 ദിവസത്തെ ജേർണി എടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ചാപ്റ്റർ ലാസ്റ്റിലേക്ക് വെക്കരുത്. ഓക്കെ, നമ്മൾ സ്കൂളിൽ എന്ത് ചെയ്യും? ചില ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് പിന്നെ പഠിക്കാന്ന് വെച്ച് വിചാരിക്കും, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? നീറ്റിന്റെ ജേർണിയിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഒരു ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ പിന്നത്തേക്ക് വെക്കരുത്. അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യും?
ചെയ്യും, എക്സാമിന് തലേന്ന് വരെ ഇത് വെക്കും. ഓക്കെ, ആ ചാപ്റ്റർ എന്ത് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ആ എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും. സോ അവിടെ നിന്ന് കിട്ടുന്ന മാർക്ക് പോകും. എന്ത് ചെയ്യുക, കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുക. സോ ഒരു ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യരുത്. എന്ത് ചെയ്യുക, ഫോക്കസ് ഓൺ ഹാർഡ് സബ്ജക്ട്സ്, ഹാർഡ് ടോപ്പിക്സ്. ഓക്കെ, പിന്നെ ഷോർട്ട് നോട്ട് എന്ത് ചെയ്യാൻ നോക്കുക, തുടക്കം മുതൽ ഉണ്ടാക്കുക. ഇത് അവസാനത്തേക്ക് ഉണ്ടാക്കേണ്ട ഒന്നല്ല, ആദ്യം മുതൽ എന്ത് ചെയ്യുക, കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നിങ്ങളുടേതായുള്ള രീതിയിൽ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക. അവസാനത്തേക്ക് വലിയ രീതിയിൽ ഉപകരിക്കും. ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡേ 1 മുതൽ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു പുതിയ ശീലമില്ലാത്തൊരു സ്കില്ലാണ്, ഒരു പുതിയ സ്കില്ലാണ്. സ്വാഭാവികമായിട്ടും മടി ഉണ്ടാവും, മെന്റൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷെ അത് മൈൻഡ് ചെയ്യരുത്. ഡെയിലി ഞാനൊരു ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുള്ളത് നിങ്ങൾ പ്ലെഡ്ജ് ചെയ്യുക. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടൈം മാനേജ് ചെയ്ത് പഠിക്കുന്നതിന് കൂടെ തന്നെ കൊണ്ടുപോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ് ശ്രദ്ധിക്കുക. ഇനി ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ ഒരു 300 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക, അത് തെറ്റാണ്ട് കറക്റ്റ് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും നിങ്ങൾ ആലോചിക്കണം, 4 ഓപ്ഷൻസ് അവിടെ വരുന്നുണ്ട്. 3 ഓപ്ഷൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ലോജിക്കലി എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റണം, ആ കറക്റ്റ് ഒരു ഓപ്ഷനിൽ എത്താൻ പറ്റണം. അത് വലിയൊരു സ്കില്ലാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്സും ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇനി ഇനോർഗാനിക് ബയോളജി എടുക്കുകയാണെങ്കിൽ NCERT സെൻട്രിക് ആയിരിക്കും. ഇനി ഓർഗാനിക് ആണെങ്കിൽ NCERT ഡയറക്റ്റ് ചോദിക്കും. ഇപ്പൊ നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ ചോദിക്കും, അല്ലെങ്കിൽ ട്രെൻഡും കാര്യങ്ങളൊക്കെ ചോദിക്കും. അല്ലാണ്ട് വരുമ്പോൾ എന്താ, ചാപ്റ്റേഴ്സ് ഇന്റർ കണക്ട് ചെയ്ത് എന്ത് വരും, ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഈ രീതിയിലൊക്കെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ടൈം ഓറിയന്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റണം. സോ അതിന് വേണ്ട നിങ്ങൾ ആദ്യം മുതൽ എന്ത് ചെയ്യുക, ടൈം വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് വരും, സ്വാഭാവികമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് തെറ്റുകൾ വരും. അത് എന്ത് ചെയ്യാൻ നോക്കുക, ഡേ 1 മുതൽ റെക്ടിഫൈ ചെയ്യുക. സോ എറർ ലോഗ് ഈസ് മസ്റ്റ്. കാരണം നിങ്ങൾ ആ തെറ്റുകൾ എന്ത് ചെയ്യാൻ നോക്കുക, ക്ലാരിഫൈ ചെയ്തില്ലെങ്കിൽ അവസാനം എന്ത് ചെയ്യുക, ആ തെറ്റുകളൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് അത് പ്രശ്നമാകും. ഫസ്റ്റ് മുതൽ പഠിക്കുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ ഡേ 1 മുതൽ എന്ത് ചെയ്യാൻ നോക്കുക, ടൈം ഓറിയന്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. ആൻഡ് എറർ ലോഗ്സ് എന്ത് ചെയ്യാൻ നോക്കുക, കീപ്പ് ചെയ്യാൻ നോക്കുക. അതായത് മിസ്റ്റേക്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് പഠിച്ച് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോവുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സപ്പോർട്ടിംഗ് സിസ്റ്റം. ഇപ്പം നമുക്ക് സെൽഫ് സ്റ്റഡിക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്കൊരു സപ്പോർട്ടിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. നിങ്ങളൊരു 1 ഇയർ ജേണിക്ക് സോ അവിടെ നോക്കുകയാണെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ക്ലാസ്സസ് നല്ല രീതിയിൽ ഡെയിലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ്, മോക്ക് ടെസ്റ്റുകൾ വേണം. ഓക്കെ, അപ്പോൾ അതായത് നിങ്ങൾ ശരിക്കും നീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് അടുത്ത വർഷം മെയ്യിലല്ല നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, വീക്ക്ലി ബേസിൽ തന്നെ എന്ത് ചെയ്യാൻ നോക്കണം, നിങ്ങൾക്ക് എക്സാം എഴുതി അത് എക്സാമുമായിട്ട് ഒരു ശീലം കിട്ടണം. എക്സാം എഴുതിയ ഒരു ശീലം കിട്ടണം. എക്സാം എങ്ങനെയാണ്, അതിന്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അറിയണം. സോ അതിന് വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റുകൾ മസ്റ്റ് ആണ്. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ജേർണി ആകുമ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ നമ്മളുടെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ വരും. സോ ആ സമയത്ത് എന്ത് വേണം, പേഴ്സണൽ അറ്റൻഷനും കെയർ ഒക്കെ ലഭിക്കുന്ന രീതിയിലാവണം. പിന്നെ നമ്മളുടെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് വീക്ക് അല്ലെങ്കിൽ ഹാർഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം, അനലൈസ് ചെയ്ത് നമുക്ക് അറിയിച്ച് തന്ന് അതിന് സ്പെഷ്യൽ കെയർ തരാൻ പറ്റണം. സോ ഇങ്ങനെ ഒരു കേസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ PW കേരളയുടെ യക്കീൻ നീറ്റ് മലയാളം ഒപ്പം തന്നെ യക്കീൻ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ബാച്ചുകളൊന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അതിലൂടെ നോക്കാൻ സാധിക്കുന്നതാണ്. കാരണം നമ്മളുടെ ബാച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡെയിലി ക്ലാസ്സസ് ബൈ എക്സ്പേർട്സ് കൊടുക്കുന്നുണ്ട്. DPPs ഉണ്ട്, അത് വിത്ത് വീഡിയോ സൊല്യൂഷൻസ് ആണ്. മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്, മെന്റർഷിപ്പ് ഉണ്ട്. സോ ഒരുപാട് ഫീച്ചേഴ്സ് ആണുള്ളത്. ഇതേപോലെ തന്നെ യക്കീൻ ഇൻഫിനിറ്റി ആണെങ്കിൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സിന്റെ കൂടെ തന്നെ യക്കീൻ 2.0 ബാച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സോ അവിടെ ഒരു സബ്ജക്റ്റിന് 2 സെറ്റ് ഓഫ് ടീച്ചേഴ്സ് ആണ്. ഇൻഫിനിറ്റി ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ശരിക്കും ഇവിടെ 8000+ യൂണീക് ക്വസ്റ്റ്യൻസ് ആണ്. പ്രിപ്പറേഷൻ മീറ്റർ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഹാർഡ് വീക്ക് ആയിട്ടുള്ള സബ്ജക്ട്സിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മീറ്റർ ഉണ്ട്. PW പൈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് 2000-ലധികം വീഡിയോ ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് ഇതെല്ലാം നിങ്ങൾ ആലോചിക്കണം, ജസ്റ്റ് ഒരു 4999 രൂപയ്ക്കാണ്. ഓക്കെ, 4999 രൂപയ്ക്കാണ്. ഇത് ഒരു മാസത്തെ പൈസയല്ല, ഒരു വർഷത്തെ പൈസയാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ യക്കീൻ നീറ്റ് മലയാളം മാത്രം എടുക്കുകയാണെങ്കിൽ 3999 രൂപയാണ് വരുന്നത്. സോ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആൻഡ് അവിടെ ഏറ്റവും മുൻപന്തിയിൽ തന്നെ PW ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടെ ഉറപ്പ് വരുത്താണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ആളാണ് ഡിസിപ്ലിൻ ഓവർ മോട്ടിവേഷൻ. 1 ഇയർ ജേണിയാണ് അല്ലേ. ഈ ഒരു 1 ഇയർ ജേണിന്റെ ഇടയിൽ എന്തുണ്ടാവും, സ്വാഭാവികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാവും. ചില ചാപ്റ്റേഴ്സ് കാണുമ്പോൾ അയ്യോ ഇതിനെ കൊണ്ട് നടപടി ആവില്ല എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കും. പക്ഷെ അവിടെ ഒന്നും എന്ത് ചെയ്യരുത്, ടൈം വേസ്റ്റ് ആക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ തന്നെ എന്ത് ചെയ്യാൻ നോക്കുക, അറ്റ് ഈച്ച് ആൻഡ് എവറി പോയിന്റ്. അത് നിങ്ങൾക്ക് ഭയങ്കര ഹാർഡ് കണ്ടീഷനിൽ പോവുകയാണെങ്കിലും, നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിലും, നിങ്ങൾക്ക് എക്സാം എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം, ഐ ആം ദ ബെസ്റ്റ്, ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഡേ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് ആദ്യമേ പ്ലാൻ ചെയ്ത് വെക്കണം. ഒരു പെർഫെക്റ്റ് ടൈം ടേബിൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യമേ ഉണ്ടാക്കി വെക്കണം. അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ നോക്കണം, പഠിക്കാൻ നോക്കണം. അത് നിങ്ങളൊരു ദിവസത്തിനുള്ള ടൈം ടേബിൾ അതത് ദിവസം രാവിലെ അല്ലെങ്കിൽ തലേന്ന് രാത്രി ഉണ്ടാക്കണം. ഓരോ
ആഴ്ചയിലേക്കുള്ളതും മാസത്തിലേക്കുള്ളതും പിന്നെ നമ്മൾ സിലബസ് തീർക്കുന്ന ഫെബ്രുവരി വരെയുള്ളതും ആൻഡ് എക്സാമിന്റെ തലേ വരെയുള്ള എന്തുണ്ടാക്കണം, ആ ടൈം ടേബിൾ സെറ്റ് ആക്കണം. പിന്നെ അവിടെ ഒരു 30:30:40 കാണാൻ പറ്റൂലേ. ഈ 30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയറി, അതായത് മൊത്തം 100% നിങ്ങൾ എഫേർട്ട് ഇടുകയാണെങ്കിൽ തിയറിക്കാണ് നിങ്ങൾ 30% വെയിറ്റേജ് കൊടുക്കേണ്ടത്. 30% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവിഷൻ ആണ്. അത്രയും ഇമ്പോർട്ടന്റ് തന്നെയാണ്. തിയറി പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അത് എത്രത്തോളം നിങ്ങൾക്ക് തലയിൽ റിട്ടൈൻ ചെയ്ത് വെക്കാൻ പറ്റുന്നുള്ളത്. സോ റിവിഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ 40% വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ആൻഡ് എറർ ലോഗ് ആണ്. സോ ക്വസ്റ്റ്യൻസ് ചെയ്യാം, മിസ്റ്റേക്സുകൾ മാറ്റാം. എന്നിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അൾട്ടിമേറ്റ്ലി നമ്മൾ വിചാരിച്ച ഒരു പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് യുവർ നീറ്റ് 2027 ജേർണി. ഓക്കെ, സോ നമ്മളുടെ മിസ്റ്റേക്കുകൾ ആദ്യം മനസ്സിലാക്കുക, കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക, ടൈം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിൽ പവർ അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് ഓവർ മോട്ടിവേഷൻ ആയിട്ട് കാണുക. ഓക്കെ, ഇതൊരു 1 ഇയർ ജേർണിയാണ്. സോ ഈ ഒരു 1 ഇയർ ജേർണിന്റെ അൾട്ടിമേറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ച ആ ഒരു മെഡിക്കൽ കോളേജിൽ ആ ഒരു മെഡിക്കൽ സീറ്റ് ആണെന്നുള്ള കാര്യം മാത്രം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കെ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് വേണ്ട എല്ലാ വിജ്ഞാനവും, അതായത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വിരൽത്തുമ്പിൽ വേണ്ടതുണ്ട്. ബട്ട് നിങ്ങൾക്കത് വേണമോ ആൻഡ് അതിനുവേണ്ടി നിങ്ങൾ എത്രത്തോളം തയ്യാറാകുന്നു, അത് മാത്രമാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് ഇവിടെ മാറ്റർ ചെയ്യുന്നത്. ഓക്കെ, സോ യു ക്യാൻ ഡിസൈഡ്. സോ every resource is available in your fingertips. It's all about your dream and the mindset to work for it. Okay, so it's now your turn. അടുത്ത വർഷം നിങ്ങൾ വിചാരിച്ച മെഡിക്കൽ കോളേജിൽ തന്നെ എത്താൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.